Hi guys, welcome to Travel with Gobs and I am Gopakumar. അപ്പോൾ നമ്മൾ ഇന്നും ചെയ്യുന്ന ഒരു ട്രാവലോഗാണ്. പക്ഷേ എങ്ങനെ പോകണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറയുന്നില്ല. നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. അതിന് മുന്നേ വൈഫിൻ്റെ വീട്ടിലൊന്ന് പോകണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീർത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ കാഴ്ചകളിലേക്കാണ് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാ കാഴ്ചകളും കാണുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അതായത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മറക്കാതെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ പെട്രോൾ അടിക്കാൻ വന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ വൈഫിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ പെട്രോൾ തീർന്നു. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയറിയതാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഈ അടുത്തിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു വീഡിയോ ഈ അടുത്തിടയ്ക്ക് കണ്ടിരുന്നു. ഒരു ഡ്രൈവർ കുറച്ച് വിദേശികളായിട്ടൊരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾ അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഞാൻ എന്താ പറയുക, കോൾടെക്സ് എന്ന് പറഞ്ഞ പെട്രോൾ പമ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് എല്ലാം പബ്ലിക്കാണ്. അതുപോലെ ഇവിടുത്തെ ടോയ്ലറ്റിന് കുറച്ച് വൃത്തിയുടെ കേസിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി റേറ്റിംഗ് നടുങ്ങുന്നുണ്ട്. അതായത് മാക്സിമം 5 സ്റ്റാർ, അതിൽ 2 സ്റ്റാർ വരെ അവർക്ക് പെട്രോൾ പമ്പ് യാതൊരു പ്രശ്നമായിട്ട് കൊണ്ടുപോകാം. 1 സ്റ്റാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെട്രോൾ പമ്പ് ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം ടോയ്ലറ്റ് വൃത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പെട്രോൾ പമ്പിൽ എല്ലാവിധ ഫെസിലിറ്റി, അതുപോലെ റിഫ്രഷ്മെൻറ്റ്, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ എല്ലാവിധ ഒരു ഫെസിലിറ്റിയും ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ടോയ്ലറ്റിൻ്റെ കേസിൽ. കാരണം ടോയ്ലറ്റ് എന്ന് പറയുന്നത് ആർക്ക് എപ്പോൾ എവിടെ വെച്ച് യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ നാട്ടിലെ പെട്രോൾ പമ്പ് ഉടമകളോടും അതുപോലെ അധികാരികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പെട്രോൾ പമ്പിൽ ടോയ്ലറ്റ് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ അലോ ചെയ്യുക. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം സ്വച്ഛ് ഭാരതൊക്കെ ഇപ്പോൾ വളരെയധികം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പെട്രോൾ പമ്പുകളിലും ടോയ്ലറ്റുകളും മറ്റുള്ള ഫെസിലിറ്റികളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം കേട്ടോ, വേറെ ആരും അടിച്ചു തരില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ തന്നെ അടിക്കണം. അപ്പോൾ വൈഫിൻ്റെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് പോകുന്നതൊരു സ്ഥലത്തേക്കാണ്. അത് ഞാൻ അവിടെ എത്തിയിട്ടേ പറയുന്നുള്ളൂ. നിങ്ങൾ അത് നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് പോകും. അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്, ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലോങ് ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം സമയം എടുക്കും. കാരണം ടൗണിലേക്കാണ് പോകുന്നത്, ജോഹോർ ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം സമയം ഒരു 5 മണി കഴിഞ്ഞു, 6 മണിയാവാൻ പോകുന്നു. അത്യാവശ്യം ഇരുട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി വെയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തിയിട്ട് കാഴ്ചകളിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് ഈ സമയത്ത്, വെയിലുള്ള സമയത്ത് തന്നെ അങ്ങോട്ട് എത്താനായിട്ട്, കുറച്ച് വെളിച്ചുള്ള സമയത്ത്. കാരണം ചിലപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, ഹായ് ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൺട്രി ഗാർഡനിലാണ്. കൺട്രി ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. കാരണം ജോഹോറിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കൺട്രി ഗാർഡൻ. ഇതൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസിംഗ് ഏരിയയും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരു പ്രൈവറ്റ് ബീച്ച് എല്ലാം ചേർന്നുള്ളൊരു ഏരിയയാണ് കൺട്രി ഗാർഡൻ. അപ്പോൾ അതിപ്പോൾ വളരെ എന്താ പറയുക, ഒരു പോപ്പുലറായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം. ഓക്കെ,
ഈ കൺട്രി ഗാർഡൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജോഹറിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആക്ച്വലി ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്, വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതൊരു ഫേമസ് ഹൗസിംഗ് പ്രോജക്റ്റ് മാത്രമാണ്. അതുകൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ബീച്ച്, അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. അതായത് ഒരു ഈവനിങ് നമുക്ക് നന്നായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ആക്ച്വലി നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം ഞാൻ എല്ലാം കൊണ്ട് കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം, ഇത് ആക്ച്വലി മിനിയേച്ചറാണ്. ഇത് മൊത്തം പ്രോജക്റ്റിൻ്റെ മിനിയേച്ചറാണ്. ഇതൊരു മൾട്ടി-മില്യൺ പ്രോജക്റ്റാണ്. അപ്പോൾ അതിലൊരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇസ്കന്ദർ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതോട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ ഇപ്പോൾ ഒരു 75% മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി ഒരു 25% ഒരു കണിയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ പുറകിൽ എൻ്റെ ഫുൾ മിനിയേച്ചർ. അത് നല്ല വലിപ്പത്തിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ കാണുന്ന ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന എല്ലാം മൾട്ടി-മില്യൺ പ്രോജക്റ്റാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് സിംഗപ്പൂർ. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. നമുക്ക് ഇവിടുന്ന് കാണാം. ആക്ച്വലി സിംഗപ്പൂരിൻ്റെ ബിൽഡിങ്സ് നമുക്ക് ഇവിടുന്ന് കാണാം. എന്തായാലും കൊള്ളാം. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല പ്ലേസ് ആണ്. പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. നമുക്കൊരു വീക്കെൻഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാം. അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, ബീച്ചിനോട് ചേർന്നിട്ട് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. പിന്നെ ഉള്ളിൽ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറ കണ്ടിട്ട് അവർ പറഞ്ഞു അതിന് സ്പെഷ്യൽ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ നമുക്ക് ബീച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മറീന ഉണ്ട്. മറീനയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മറീന എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നല്ല പ്ലേസാണ്, നല്ല ബീച്ചാണ്. ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. ഒരുപാട് പേര് ഇവിടെ കാണാനുണ്ട്. ബാക്കിലത്തെ ബിൽഡിംഗ് കാണാം. ഓരോ ബിൽഡിംഗ് നല്ല പൊക്കത്തിൽ, നല്ല വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. നിങ്ങൾ ജോഹർ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യാം. ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഈവനിങ് നൈറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ല ഇതിൽ സ്പെൻഡ് ചെയ്യാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പല ടൈപ്പുള്ള റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ, ചൈനീസ്, എല്ലാ ടൈപ്പുള്ള റെസ്റ്റോറൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്.
പുറകെ കാണുന്നതാണ് സിംഗപ്പൂർ കേട്ടോ. നിങ്ങൾക്ക് അവിടെ കാണാം, ലോങ്ങിൽ കുറേ ബിൽഡിംഗ് കാണാം. കണ്ടോ, അവിടെ ലോങ്ങിൽ കുറേ ബിൽഡിംഗ് കാണാം. അത് ഇതിൽ കാണാൻ പറ്റില്ല, പക്ഷെ അതാണ് സിംഗപ്പൂർ. ഇത് ഒരു പ്രൈവറ്റ് ബീച്ചാണ് ആക്ച്വലി. ഇത് കൺട്രി ഗാർഡൻ്റെ മാത്രം പ്രൈവറ്റ് ബീച്ചാണ്. ആ കാണുന്നതാണ് സിംഗപ്പൂർ. കിട്ടുന്ന സ്ഥലമാണ് ആക്ച്വലി, സൂപ്പർ പ്ലേസ് ആണ്. നിങ്ങൾക്ക് ഒരു ഈവനിങ് കംപ്ലീറ്റ് ഹാങ് ഔട്ട് ചെയ്യാം. നല്ല നല്ല ബീച്ചസ്, അതുപോലെ ഇവിടെ പബ്ബും എല്ലാം ഉണ്ട്, നൈറ്റ് ക്ലബ്സ്, അതുപോലെ എന്താ പറയുക, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മിക്കതിൻ്റെ ഉള്ളിലും നമുക്ക് ഫോട്ടോഗ്രാഫി, അതായത് നമ്മുടെ ഈ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മൊബൈലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. പക്ഷേ ഈ ഒരു ക്യാമറ അവർ പെർമിഷൻ തരുന്നില്ല ഉള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് പുറത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. എൻ്റെ പുറകിൽ 2-3 ഷിപ്പുകൾ കാണാം. എനിക്ക് തോന്നുന്നത് അത് ഇവിടെ ഡ്രഡ്ജ് ചെയ്യാൻ വന്നിട്ടുള്ളതെന്നുണ്ട്, മണൽ എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ വന്നിട്ടുണ്ടാകുന്നുണ്ട്. കാരണം കടലിനകത്താണ്. ഞാനിതിന് മുന്നൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, സിംഗപ്പൂരും മലേഷ്യ അങ്ങോട്ട് മത്സരിച്ച് കടൽ നികത്തുന്ന കഥ. ഈ സ്ഥലവും കടൽ നികത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും കടൽ നികത്തി ഏകദേശം ഒരു എന്താ പറയുക 5 കിലോമീറ്റർ 6 കിലോമീറ്ററോളം കടൽ നികത്തിയിട്ടാണ് ഈ സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും വെരി നൈസ് പ്ലേസ്, ഒന്നും പറയാനില്ല. നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വീട് വാങ്ങിക്കുക എന്നുള്ളതൊക്കെയാണ് വലിയ ഇത്. നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊന്നും സാധിക്കില്ല. ഏറ്റവും കുറഞ്ഞൊരു വീട് ഇവിടെ ഫോറിനേഴ്സിനെല്ലാം വീട് വാങ്ങിക്കാം, ഏത് രാജ്യക്കാർക്കും ഇവിടെ വീട് വാങ്ങിക്കാം. പക്ഷേ മിനിമം ഒരു ഫോറിനർ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 മില്യൺ തൊട്ട് 3 മില്യൺ വിലയുള്ള വീട് വരെ വാങ്ങണം. ഏകദേശം ഇവിടുത്തെ വീടുകൾക്കെല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് 1 മില്യൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര എക്സ്പെൻസീവ് പ്ലേസ് ആണെന്നുള്ളത്. പക്ഷേ അതിനുള്ള എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പ്രൈവറ്റ് മറീന ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, നൈറ്റ് ക്ലബ്സ്, പബ്സ്, അതുപോലെ ഓൾമോസ്റ്റ് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ട എല്ലാ ഒരു ഫെസിലിറ്റിയും ഒരുക്കിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹാറ്റ്സ് ഓഫ് വെരി നൈസ് പ്ലേസ്. എന്താ പറയുക, സാധാരണക്കാർക്കും വരാം, അതുപോലെ കാശുള്ളവർക്കും വരാം. എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതിനാലാവാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓസം, ഒന്നും പറയാനില്ല. കിട്ടിലം ബീച്ചാണ്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം, നമ്മുടെ പ്രൈവറ്റ് ബീച്ചാണ്. കിട്ടിലം ബീച്ച് എന്ന് പറഞ്ഞാൽ കിട്ടിലം ബീച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഡെങ്കാബയിലെ വിശേഷങ്ങൾ, കൺട്രി ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോഹർ ടൗണിൽ വന്നിട്ട് ഒരു ഗ്രാബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാം. ഏകദേശം ഇത് ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഏകദേശം ഒരു 2 റിംഗിട്ട് 3 റിംഗിട്ടാണ് ഗ്രാബിന് വരുന്ന ചിലവ്. അതുപോലെ ബസ്സിന് നിങ്ങൾക്ക് വരാവുന്നതാണ്. ജോഹർ ടൗണിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ്സുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏത് ബസ് വേണമെങ്കിലും വിളിച്ച് വരാം. പക്ഷേ ബസ് എടുത്ത് വരേണ്ട കാര്യം തന്നെയില്ല. ഗ്രാബിന് ഏകദേശം 3 റിംഗിട്ടാണ് ജോഹർ ടൗണിൽ നിന്ന് വരുന്നത്. സിറ്റി സെൻറ്ററിൽ നിന്ന്, ജോഹർ സിറ്റി സെൻറ്ററിൽ നിന്ന് 3 റിംഗിട്ടാണ് വരുന്നത്. അപ്പോൾ സിംഗപ്പൂർക്ക് പോകുന്ന ആൾക്കാർ, അതായത് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. വർത്തായിരിക്കും. എന്തായാലും നല്ല സ്ഥലമാണ് ആക്ച്വലി. ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല, ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാവുന്ന നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഇതെല്ലാം ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.